വളരെ ആഗ്നേയമായ നിമിഷം. ആഗ്നേയ നിമിഷം എന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അത് ദേവികയ്ക്ക് വേണ്ടി രചിച്ചതാണ്. അത് ബി ശശികുമാർ ആണ് ട്യൂൺ ചെയ്തത്. അത് ചെയ്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദേവിയോടൊരു കുറേ നാളായി നേരിട്ട് കണ്ടിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ആ കൃതി ചെയ്തോ എന്ന് മാത്രമാണ്. ആ ഒരു പ്രോജക്റ്റ് അതെ, അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയും സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടില്ല. സ്റ്റേജിൽ എനിക്ക് കുറെ കൂടെ സെറ്റ്സ് ഒന്ന് ഉപയോഗിച്ചാൽ നമ്മൾ ഇതുവരെ ലൈറ്റിംഗ് ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഇൻ കേരള ഹാസ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ് യൂസിങ്. ഞാൻ ഇന്ന് വരെ മേതിൽ ദേവിയെ കണ്ടിട്ടില്ല, നേരിട്ട് പരിചയപ്പെട്ടിട്ടുമില്ല. അവരുടെ നൃത്തവും നേരിട്ട് കണ്ടിട്ടില്ല. വെറും സാധാരണക്കാർ പോലും പറഞ്ഞിട്ടുണ്ട് അവരെ നേരിട്ട് കാണുന്നത് പോലെയല്ല അവർ രംഗത്ത് വരുമ്പോൾ അത്ഭുതകരമായ ഒരു പരിവർത്തനമാണ് രംഗത്ത് അവരുണ്ടാക്കുക. അവരുടെ രംഗസാന്നിധ്യം അത്ഭുതകരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി ഹാസ് ക്യാപ്ഷൻഡ്. ആൻഡ് മാത്രമല്ല അതിനൊരു കാണാണ്ട് തന്നെ അതിൻ്റെ മുൻപോ പിൻപോ ഉള്ള ഒരു എക്സ്പ്രഷൻ കാണാണ്ട് തന്നെ ആ വരികളിലെല്ലാം ഉണ്ട്. ദ ഹോൾ സ്റ്റോറി ഈസ് ദെയർ ഇൻ ഹിസ് ലൈൻ. പരിശീലനമായിരിക്കും. ഞാൻ ആദ്യം പഠിച്ചത് ഭാഗവതമേള നാടക സമ്പ്രദായത്തിൻ്റെ ഒരു അധിപത്യനായിട്ടുള്ള കലൈമാമണി എസ് നടരാജൻ. അദ്ദേഹം പഠിപ്പിച്ചത് ഭരതനാട്യമാണെങ്കിലും എൻ്റെ അച്ഛൻ എത്തിസലാറ്റിൽ എഞ്ചിനീയർ ആയിരുന്നു, മൊബൈൽ സിസ്റ്റംസ് ഇൻ ദുബായ്. പഠിച്ചതല്ലേ? എനിക്ക് തോന്നുന്നു അതായിരിക്കും എന്നുള്ളത്. നമുക്കറിയില്ല, വിഭ്രാന്തി എന്ന് പറഞ്ഞോട്ടെ. പക്ഷേ ദേവിക അതിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വന്നു എന്ന് വേണം പറയാം, ആ ഒരു ലെവലിലേക്ക്. നേച്ചർ ഒന്ന് തുറന്നു, എല്ലാവരും തുറന്നു, ഉള്ളിന്ന് പൂജാരി തുറന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതിലാണ് അവിടെയാണ് എൻ്റെ ചോദ്യത്തിൽ വക്രത വന്നത്. ഞാൻ കേരള കലാമണ്ഡലത്തിൽ കയറി ചെല്ലുന്ന എൻ്റെ UGC സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഫോർ എ വാക്ക് ഇൻ ഇൻ്റർവ്യൂ 2 years ബിഫോർ. ആൻഡ് അതുപോലും കുറേ പേർക്ക് അത് പ്രശ്നമായിരുന്നു. അപ്പോൾ തികച്ചും എനിക്ക് സപ്പോർട്ട് കിട്ടിയിരിക്കുന്ന ഈവൻ നൗ എൻ്റെ അമ്മയും അച്ഛൻ. ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മോനെ നോക്കണം ഒരു ഫ്യൂ ഡേയ്സ് ചാൽ ഞാൻ ആശ്രയിക്കേണ്ട എൻ്റെ അമ്മയും അച്ഛനെ. അയ്യോ അത് പറയരുത്. അവർ സോ കോൾഡ് കല്യാണം കഴിച്ചേ ഒരു കുട്ടി സെറ്റിൽ ചെയ്യും എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരെ അല്ല. അതാ പറഞ്ഞ വളരെ പ്രോഗ്രസീവ് ആണ്. യേശു പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞു ഓം മാധവൻ്റെ മകനാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഓം മാധവൻ നായരുടെ മകനാണ്. ബന്ധമില്ലല്ലോ, അത് വേറെ അല്ല. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ യാഥാസ്ഥിതിയുടെയും കൺസർവേറ്റീവ്സിൻ്റെ തലങ്ങൾ എപ്പോഴും നമ്മുടെ കുടുംബത്തിലും വ്യക്തികൾക്കും ഉണ്ടാവും. അയ്യോ, അത് ആ അർത്ഥത്തിലല്ല അമ്മ ചോദിച്ചത്. നമ്മൾ നല്ലതാവുക, ശരിയാവുക, അങ്ങനെ ഒരു സംഭവം ഇല്ലയെന്ന് ഇപ്പോൾ മനസ്സിലായി. നല്ലതാക്കുക, മേക്ക് ഇറ്റ് റൈറ്റ്. അപ്പോൾ ആ ഒരു ഫൈനൽ കോൾ അതായിരുന്നു. യു ആർ ദെയർ വിത്ത് മീ, ഐ വിൽ മേക്ക് ഇറ്റ് റൈറ്റ്. ഞാൻ പറയാനുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഐ ആം ജസ്റ്റ് പ്രേയിങ് ടു ഗോഡ്. ഇത് എന്താണ്, ഹി സീംസ് ലൈക്ക് എ നൈസ് പേഴ്സൺ ആൻഡ് എവറിത്തിങ്. പക്ഷേ ഇത് ഇറ്റ് ഹാപ്പൻസ് ഫോർ എവറിത്തിങ്, നോട്ട് ഓൺലി മുകേഷ്. ദേവികയുടെ ആദ്യ വിവാഹത്തിലും അത് സംഭവിച്ചിട്ടുണ്ടാകാൻ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുറേ രാത്രികൾ ഞാൻ കണ്ണ് തുറന്ന് എണീക്കുന്ന എൻ്റെ ബാംഗ്ലൂർ വീട്ടിലാണ്. അന്ന് ദേവാങ് എത്രയോ മാസം, കൊച്ചുകുട്ടി നടുവിൽ, രാജീവ് അവിടെ. ഇതെൻ്റെ സ്വപ്നമാണ്, പക്ഷെ സ്വപ്നം വളരെ റിയലായി തോന്നുക. എന്നിട്ട് ഞാൻ പോയി രാജീവ് ഐ സോ ബാഡ് ഡ്രീം എന്നാണ് ഞാൻ പറയണത്. ആൻഡ് നേരെ പോയി കാണുന്നത് എനിക്ക് വേഗമായിട്ടാണ് ഓർമ്മ. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് എവിടെയോ മുകേഷ് ഏട്ടൻ്റെയാണ് ഏതോ സിനിമയിലോ. ആൻഡ് ഐ എം ക്രൈങ് because there is an identification there even in the dream. ദേവിയുടെ മകൻ ദേവാങ് ഒരു പക്ഷേ നൃത്തകലയിൽ നല്ലപോലെ പ്രാഗൽഭ്യം കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ അച്ഛനമ്മമാർ നൽകിയ പ്രോത്സാഹനവും പിന്തുണയും ദേവിക്ക് സ്വന്തം മകന് നൽകാൻ കഴിയുമോ? അതോ അവൻ്റെ ആൺകുട്ടിയായതുകൊണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കുമോ? പുതിയ പൂങ്കളം തന്നിൽ വിലസിന മൂലതായേ നിറമധു. പുതിയ പൂങ്കളം തന്നിൽ വിലസിന മൂലതായേ നഗരി മോ ബാജ രഹി जिनकी नगरी मो सादा धर्म की बेरी रामचंद्र